നമുക്ക് എയർ ഫ്രയറും കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള അയില പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് അയില നല്ലോണം വരഞ്ഞ് മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, കുറച്ച് വിനാഗിരിയും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ട് നല്ലോണം അയിലയിൽ പെരട്ടി വയ്ക്കുക. 1 മണിക്കൂറോളം പെരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എയർ ഫ്രയറിൽ കുറച്ച് വെളിച്ചെണ്ണ പെരട്ടിയതിന് ശേഷം ആ 2 അയില അതിലേക്ക് എടുത്തു വെച്ച് എയർ ഫ്രയറിൽ 200 ടെമ്പറേച്ചറിൽ 4 മിനിറ്റാണ് ഞാൻ ആദ്യം വെച്ചത്. 4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനതൊന്ന് പുറത്തെടുത്ത് നേരെ തിരിച്ചിട്ട് കൊടുത്തു. 4 മിനിറ്റ് അതുപോലെ തന്നെ 10 മിനിറ്റ് ഒക്കെ മതിയാവും അയില പൊള്ളിക്കാൻ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ രണ്ടാമതും പിന്നെയും 4 മിനിറ്റ് വെച്ചപ്പോഴും അതിൻ്റെ ഒരു സൈഡ് കുറച്ചും കൂടി ആവാനുള്ളതായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് അധികം നേരം ഒരു 10 മിനിറ്റ് ഒക്കെ വച്ചതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയത്. ആ ഒരു പരുവത്തിൽ എയർ ഫ്രയറിൽ നിന്ന് അയില പൊള്ളിച്ചത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു നല്ല സ്മെല്ല് വരും. ആ അയില പൊള്ളിച്ചത് ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് പൊട്ടിച്ചു നോക്കി. നല്ല ജ്യൂസി ആയിട്ട് അടിപൊളിയായിട്ട് വെന്തിട്ടുള്ള അയില പൊള്ളിച്ചതായിരുന്നു. ആ കുരുമുളകിൻ്റെയും കാശ്മീരി ചില്ലിയുടെയും ഉപ്പിൻ്റെയും വിനാഗിരിയുടെയും പുളിയൊക്കെ കൂടി ആ ഒരു മീൻ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് വലിയ ഫ്രഷ് ആയിട്ടുള്ള അയില കിട്ടിയിട്ടുണ്ടെങ്കിൽ അയില പൊള്ളിക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. ആ ഒരു മീറ്റിൻ്റെ ടേസ്റ്റും ആ മസാലയുടെ ടേസ്റ്റും പിന്നെ ഹെൽത്തി ആയിട്ടുള്ള എയർ ഫ്രയറിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു.